ഹായ് ഫ്രണ്ട്സ്, അങ്ങോട്ടെല്ലാം മഴയുണ്ടോ? ഇവിടെ ഇന്ന് ഫുള്ളായിട്ട് മഴ തന്നെ. പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു മോനെന്താ പറ്റിയെന്ന്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത്. പിന്നെ മോന് 2 വയസ്സാകുമ്പോൾ ബ്ലഡ് ടെസ്റ്റാക്കി കാസർഗോഡ് രജിഷൻ ഡോക്ടർ അടുത്തുനിന്ന്. അപ്പം അവിടുന്ന് ബ്ലഡ് ടെസ്റ്റാക്കിയിട്ടാകുമ്പോൾ അവർ പറഞ്ഞു ഇവനെല്ലാം കുറവാണ്, അതുകൊണ്ടാണ് അവന് ഹൈറ്റും വെയിറ്റും കുറവ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളോട് മംഗലാരം AJ ഹോസ്പിറ്റൽ ഗണേഷ് ഡോക്ടർ അങ്ങോട്ടേക്ക് നമ്മളെ പറഞ്ഞു വിട്ടു. അവിടെ പോയിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റാക്കി. പിന്നെ ബ്ലഡ് ടെസ്റ്റാക്കിയിട്ടാകുമ്പോൾ അവിടുന്ന് അതേപോലെ പറഞ്ഞു ഇവനെല്ലാം കുറവാണ്, അതുകൊണ്ടാണ് അവന് ഹൈറ്റും വെയിറ്റും വെക്കാത്തതെന്ന് പറഞ്ഞു. അപ്പം അവന് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു, ഗ്രോത്ത് ഹോർമോണിൻ്റെ. അപ്പോൾ അതുപോലെ പിന്നെ രാവിലെ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്, തൈറോയ്ഡ് കുറവാണ്. പിന്നെ ഐസോണിൻ്റെ ഗുളിക രാവിലെയും ഉച്ചക്കും രാത്രിയും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ കൊടുക്കണം, ഡെയിലി കൊടുക്കണം ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇഞ്ചക്ഷൻ കൊടുത്താൽ അവന് മാറ്റം ഉണ്ടാവും. പക്ഷേ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് അവൻ ഭക്ഷണമൊന്നും കഴിക്കാറില്ല. ഇഞ്ചക്ഷൻ കൊടുത്താൽ പിന്നെയാണ് ഇപ്പം മാറ്റം വരുന്നത്. അവനിപ്പം 2 വയസ്സ് തൊട്ടാണ് ഈ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അവനിപ്പോൾ 11 വയസ്സായി. അപ്പം ഈ 11 വയസ്സ് വരെ ഇഞ്ചക്ഷൻ കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് 2 വർഷം നമുക്ക് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. അപ്പം നമുക്ക് ഫ്രീ ആയിട്ടൊന്നും കിട്ടുന്നില്ല, നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങുന്നത്. പിന്നെ ഇഞ്ചക്ഷൻ നല്ല തുക ഉണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. പിന്നെ അത് ഇഞ്ചക്ഷൻ വെക്കുന്നത് വെച്ചാൽ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ ഡെയിലി ഇഞ്ചക്ഷൻ കൊടുക്കാൻ തുടങ്ങി. ആ ഡെയിലി ഇഞ്ചക്ഷൻ വെക്കുന്നത് വെച്ചാൽ എനിക്ക് ഇഞ്ചക്ഷൻ വെക്കാനൊന്നും അറിയില്ല. അപ്പം നമ്മളിവിടെ ഒരു നേഴ്സുണ്ട്, വിജയശേട്ടൻ, അവർ വന്നിട്ടാണ് മോൻ്റെ ഇഞ്ചക്ഷൻ വെക്കുന്നത് കാണിച്ചു തന്നത്. അതിൻ്റെ ശേഷമാണ് ഞാൻ ഇഞ്ചക്ഷൻ വെക്കാൻ തുടങ്ങിയത്. പിന്നെ ആ ഏട്ടന് ഒരുപാട് നന്ദിയുണ്ട്, വിജയശേട്ടന്. പിന്നെ നമ്മൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് അവിടെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നമ്മൾ അവിടെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മളോട് പറഞ്ഞത് തിരുവനന്തപുരം പോകണമെന്ന്. തിരുവനന്തപുരം പോയിട്ട് അവിടെ പുതിയ സ്കീമിൽ ചേർക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മിനിഞ്ഞാന്ന് അങ്ങോട്ട് പോയത്. പിന്നെ മരുന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു, എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് മോന് പറ്റിയത്. അത് ഞാൻ കുറേ ആൾ കമൻറ്റിൽ ചോദിച്ചിരുന്നു. ഒരാളോട് കമൻറ്റിൽ